പറയൂ. എറണാകുളം ജില്ലക്കാരനാണ്. പിന്നെ നമ്മളെക്കാളൊക്കെ തന്നെ പുത്തൻകുരിശ്, നമ്മളെക്കാളും പുത്തൻകുരിശ് സ്വദേശിയാണ്. നമ്മളെക്കാളൊക്കെ തന്നെ ഈ സീരിയസ് ആയിട്ട് ഈ വേഷത്തെ കാണുകയും വളരെ അച്ചടക്കമുള്ള ഒരു ബഹുമാന്യനായ വ്യക്തിത്വവും ലീഡറുമാണ്. ഇന്നലെ ഏറ്റവും ഒടുവിൽ ഇന്നലെ പ്രൂവ് ചെയ്തു. ഒരുപാട് പ്രാവശ്യം നമുക്ക് വിഷയങ്ങൾ പ്രസന്റ് ചെയ്ത് നമുക്ക് അദ്ദേഹത്തെ നല്ലോണം അറിയാം. ഇന്ന് അദ്ദേഹം കൈകാര്യം ചെയ്യാൻ പോകുന്നത് ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ BOP സൂം മീറ്റിംഗിന്റെ പ്രസക്തിയും അതിന്റെ പ്രായോഗിക തലങ്ങളുമാണ്. ഇനി കൂടുതൽ നിങ്ങളുടെ സമയം അപഹരിക്കാതെ ഞാൻ അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം ബഹുമാനത്തോടെ ഇന്നത്തെ വിഷയം അവതരിപ്പിക്കാനായി ശ്രമിച്ചോളൂ. ഓവർ ഓക്കെ, താങ്ക് യു ആൻഡ് ഗുഡ് മോർണിംഗ് ഓൾ. ഓഡിബിൾ ആണ് എന്ന് വിശ്വസിക്കുകയാണ്. കേൾക്കാമല്ലോ അല്ലെ? ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഹാർദവമായിട്ടുള്ള സ്വാഗതം. ഓക്കെ. എന്തായാലും അലീക്ക എന്നെ പരിചയപ്പെടുത്തി. പേര് അഗേഷ് എന്നാണ്. എറണാകുളത്ത് പുത്തൻകുരിശ് എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്നു. കൂടുതൽ മുഖവരയുടെ ആവശ്യമില്ല. എന്തായാലും ഈ സൂമിനെ പറ്റി വളരെ വ്യക്തമായിട്ട് തന്നെ അലീക്ക ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. കാരണം തന്നെ അത് സൂചിപ്പിക്കാൻ ഏറ്റവും യോഗ്യത അലീക്കനെ പോലുള്ള ലീഡേഴ്സ് ആണെന്ന് തന്നെയാണ് ഞാനും വിചാരിക്കുന്നത്. കാരണം വെച്ചാൽ വളരെ കറക്റ്റായിട്ട് സൂം ആപ്ലിക്കേഷൻ ഉപയോഗിക്കുകയും കൃത്യമായിട്ട് അത് അറ്റൻഡ് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട് എന്നുള്ളതാണ്. ഈ പ്രോഗ്രാമിൽ ഇന്നലെ എടുത്ത പ്രോഗ്രാം ഹോം മീറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ ഇന്ന് നമ്മുടെ BOP സെന്ററുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് എടുക്കുകയാണ്. നേരിട്ട് നമ്മുടെ കാര്യങ്ങളിലേക്ക് എടുക്കുകയാണ്. BOP സെന്റർ എന്താണ്? ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രസന്റേഷൻ എന്നാണ് ഫുൾ ഫോം. ചില ആളുകൾ തുടക്കത്തിൽ പറഞ്ഞു കേൾക്കാറുണ്ട്, ഞാൻ ബോപ്പിനൊന്ന് പോയിട്ട് വരാം. ഇന്ന് ബുധനാഴ്ചത്തെ ബോപ്പാണോ ഇന്നുള്ളത്? മനസ്സിലായില്ലേ? അതായത് BOP എന്ന് പറഞ്ഞാൽ അതിന്റെ ഫുൾ ഫോം സാധാരണ പോസ്റ്ററിൽ ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ ആളുകൾ അതിനെ കൂട്ടി വായിക്കാറുണ്ട്. ബോപ്പ് ആ ബോപ്പിൽ കൺക്ലൂഡ് ചെയ്യാനായിട്ട് സേവർ സാറായിരുന്നു. മനസ്സിലായില്ലേ? ഇന്ന് മനോജ് സാർ ആ ബോപ്പിലുണ്ടാവും. കണ്ണൂർ ബോപ്പിൽ മനോജ് സാറാണ്. അപ്പൊ ഇതിന്റെ ഫുൾ ഫോം ആദ്യം മനസ്സിലാക്കുക. ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രസന്റേഷൻ എന്നുള്ളതാണ് BOP എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ബയോടോട്ടിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും, ഇന്ത്യ നമുക്ക് എടുക്കണ്ട, കേരളത്തിന് പുറത്തായിട്ടുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും പ്രോഗ്രാം ഉണ്ട്. എന്നാലും കേരളത്തിലെ എല്ലാ ജില്ലകളിലും മാസത്തിൽ മിനിമം ഒരു 2 പ്രാവശ്യമെങ്കിലും കമ്പനി ഓർഗനൈസ് ചെയ്യുന്ന BOP-കളുണ്ട്. അതല്ലാതെ ടീം വൈസ് ഉണ്ട്. അത് ഞാൻ അവിടെ പറയുന്നില്ല. പക്ഷെ കമ്പനി ഓർഗനൈസ് ചെയ്യുന്ന BOP സെന്റർ ഉണ്ട്. നമുക്കൊരിക്കലും BOP സെന്ററിലേക്ക് കയറുന്നതിന് വേണ്ടിയിട്ട് പൈസ കൊടുക്കണ്ട. കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നമ്മളുടെ ഇൻകത്തിൽ നിന്ന് ഒരു പോർഷൻ എടുത്തിട്ടാണെങ്കിലും ഞാൻ പറഞ്ഞ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നമുക്ക് BOP സെന്ററിൽ AC ഹാളില് കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള, ആ ജില്ലകളിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള പ്രീമിയം ഹോട്ടലുകളിൽ വെച്ചിട്ടാണ്, 3 സ്റ്റാർ 4 സ്റ്റാർ 5 സ്റ്റാർ ഹോട്ടലുകളിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം നടത്തുന്നത് എന്നുള്ളത് നമുക്ക് വളരെയധികം ഗുണമുണ്ട് ഈ ബിസിനസ്സിൽ. കാരണം ഒരു വ്യക്തിയെ നല്ലൊരു പ്രോഗ്രാം സെന്ററിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ നമുക്ക് ടെൻഷൻ വേണ്ട. കാരണം അവർക്ക് കംഫർട്ടായിട്ട് ഇരുന്ന് കേൾക്കാനുള്ള AC ഹോളായിരിക്കും. അവർക്ക് ആ സ്ഥലത്ത് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള ഹോളിലോ വെച്ചിട്ടാണ് പ്രോഗ്രാം നടക്കുന്നത്. വളരെ അഭിമാനപൂർവ്വം തന്നെ ഈ അവസരത്തിൽ ഓർത്തു പോവുകയാണെന്നുള്ളതാണ്. എന്താണ് BOP സെന്ററിന്റെ പ്രത്യേകതകൾ? മൈ ഡിയർ ഫ്രണ്ട്സ്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ നമുക്ക് ആർക്കും ഓഫീസില്ല. നമ്മൾ ആരിപ്പോ സ്റ്റോക്ക് പോയിന്റ് ചില ഓഫീസ് എടുത്തിട്ടുണ്ടാവും, ഡിസ്ട്രിക്ട് സ്റ്റോക്ക് പോയിന്റ് ചിലപ്പോൾ ഓഫീസ് എടുത്തിട്ടുണ്ടാവും. പക്ഷെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ടുള്ള നമുക്ക് ഒരു ഓഫീസ് ഇല്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എവിടെ പോകും? മനസ്സിലായില്ലേ? നമ്മൾ എവിടെ പോകും? നമ്മളുടെ ഓഫീസ് യഥാർത്ഥത്തിൽ മൊബൈലാണ്. മൊബൈലിലുള്ള ഡാറ്റയും കാര്യങ്ങളും വെച്ചിട്ടാണ് നമ്മൾ ഈ പണി മൊത്തം നടത്തുന്നത്. പക്ഷേ എന്നാൽ തന്നെ പ്രോഗ്രാം സെന്ററിനെ, BOP സെന്ററുകളെ ഓഫീസ് എന്നാണ് വിളിക്കുന്നത്. മനസ്സിലായില്ലേ? അതായത് ബിസിനസിന്റെ പ്രോഗ്രാം സെന്ററുകൾ എന്ന് പറഞ്ഞാൽ, അതായത് BOP സെന്റർ എന്ന് പറഞ്ഞാൽ BOP സെന്റർ നമ്മളുടെ ഓഫീസാണ്. മസ്റ്റ് ആയിട്ട് നമ്മൾ ഈ ഓഫീസിൽ പോയിരിക്കണം എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതൊരിക്കലും മറക്കരുത്. പല ആളുകൾക്കും BOP സെന്ററിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് പലപ്പോഴും മടിയാണ്. BOP അല്ലേ, കേട്ടത് തന്നെ, കഴിഞ്ഞ ആഴ്ച കേട്ടത് തന്നെയല്ലേ ഈ ആഴ്ചയും കേൾക്കാൻ പോണത് എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. BOP സെന്റർ ഒരിക്കലും നമ്മൾ മുടക്കരുത് എന്നുള്ളതാണ്. ഓക്കെ, എന്താണ് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആദ്യം എടുക്കുന്നത് എന്താണ്? അവരെന്താണ് ചെയ്യുന്നത്? അവർ നമ്മളുടെ പ്ലാൻ പ്രസന്റേഷൻ, നമ്മളുടെ പ്രോഡക്റ്റിനെ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രോഗ്രാം സെന്റർ ഉദ്ദേശിക്കുന്നത്. ഈ ബിസിനസ് പഠിക്കാൻ സാധിക്കുന്ന എല്ലാ മാർഗങ്ങളും നമ്മൾ പരീക്ഷിക്കുക, പഠിക്കുക എന്നുള്ളതാണ്.
ഒരു 3 വർഷത്തേക്ക് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി പറയുന്നത് 3 വർഷത്തെ കമ്മിറ്റ്മെന്റ് എന്ന് തന്നെയാണ് പറയുന്നത്. ഒരു 3 വർഷത്തേക്ക് നമ്മൾ തീരുമാനമെടുക്കുക. നമ്മൾ ഈ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാൻ കിട്ടുന്ന എല്ലാ അവസരങ്ങളും കൃത്യമായിട്ട് ഉപയോഗിക്കും എന്നുള്ള ഒരു തീരുമാനമാണ് ആദ്യം എടുക്കേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞത് തുടർച്ചയായിട്ട് നമ്മൾ നമ്മളുടെ ബിസിനസ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ തീർച്ചയായിട്ടും ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പൊ പ്രോഗ്രാം സെന്റർ ഒരിക്കലും നമ്മൾ മുടക്കരുതാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ BOP സെന്റർ ഒരു ബിലീഫ് ബിൽഡിംഗ് പ്രോഗ്രാം ആണ്. അത് നമ്മുടെ ഗസ്റ്റിനുമാണ് നമുക്കുമാണെന്നുള്ളതാണ്. നമ്മളുടെ വിശ്വാസം വർദ്ധിക്കുന്ന പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ വിശ്വാസം വർദ്ധിക്കുന്ന കാര്യങ്ങളാണ് ഈ ബിസിനസ് BOP സെന്ററിൽ നടക്കുന്നത്. ഒരു ഗസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയാണ് ഗുണങ്ങൾ കിട്ടുന്നത് എന്നുള്ളതാണ്. നമ്മളുടെ ബിസിനസ് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു, നമ്മളുടെ പ്രൊഡക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു, നമ്മളുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ആൾക്കാരെ നേരിട്ട് കാണാൻ സാധിക്കുന്നു, നമ്മളുടെ ബിസിനസ്സിലൂടെ വലിയ വരുമാനം ലഭിച്ചിരിക്കുന്ന ആളുകളെ നേരിട്ട് കാണാൻ സാധിക്കുന്നു, അവരോടൊക്കെ സംസാരിക്കാനായിട്ട് സാധിക്കുന്നു. അതായത് അവരുടെ വിശ്വാസ്യതയും കൂടുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മളുടെ ബിസിനസ്സിൽ നമുക്കറിയാം, ഫീൽഡ് വർക്ക് ചെയ്യുമ്പോൾ ചില സാഹചര്യങ്ങൾ നെഗറ്റീവ് വരും. ചിലപ്പോൾ എല്ലാം പോസിറ്റീവായിട്ട് പറയുന്ന എല്ലാ ആളുകളും ഈ ബിസിനസ് എടുത്തൊന്നും വരില്ല. ചില സമയത്ത് 1ഉം 2ഉം പ്ലാൻ പ്രസന്റേഷൻ നടത്തുമ്പോൾ ചിലപ്പോൾ ആളുകൾ അത് അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പൊ നമ്മളൊരു നെഗറ്റീവ് ആവും, ഷോ ഇത് ശരിയാകുന്നില്ലല്ലോ. നമ്മളൊരു BOP സെന്ററിൽ വന്നു കഴിയുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൽഫ് മോട്ടിവേറ്റഡ് ആവും. ഞാൻ എന്റെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. ഓട്ടോമാറ്റിക് ആയിട്ട് സെൽഫ് മോട്ടിവേറ്റഡ് ആകും എന്നുള്ളതാണ് BOP സെന്ററിന്റെ പ്രത്യേകത. എന്താ സെൽഫ് മോട്ടിവേറ്റഡ് ആവുന്നത്? ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ എന്റെ ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ ഈ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഇറങ്ങി ആദ്യത്തെ 2-3 പേരുടെ അടുത്ത് പറഞ്ഞു സെയിൽസ് നടക്കുന്നില്ല. എക്സാമ്പിൾ ആട്ടോ, സെയിൽസ് നടക്കുന്നില്ല. നടക്കാതെ വിഷമിച്ച് ഞാൻ പ്രോഗ്രാം സെന്ററിൽ പ്രോഗ്രാം ഉണ്ടല്ലോ എറണാകുളത്ത്, പ്രോഗ്രാം സെന്ററിൽ വന്നേക്കാമെന്ന് പറഞ്ഞ് പ്രോഗ്രാം സെന്ററിൽ വന്നു കയറുന്നു. പ്രോഗ്രാം സെന്ററിൽ വന്നു കയറുമ്പോൾ അവസ്ഥ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ 50 ലക്ഷം രൂപ മേടിച്ച ഒരു ലീഡർ വന്നിട്ട് എക്സ്പീരിയൻസ് പറയാണ്, തുടക്കത്തിൽ ഞാൻ 15 പേരുടെ അടുത്ത് പറഞ്ഞിട്ട് ഒരാൾ പോലും സ്റ്റാർട്ട് ചെയ്തില്ല. എനിക്കൊരു ആശ്വാസമായി, വലിയൊരു ഭാരം ഇറക്കി വെച്ചു. ഞാൻ 3 പേരുടെ അടുത്തല്ലേ പറഞ്ഞോളൂ, 15 പേരുടെ അടുത്ത് പറഞ്ഞിട്ട് ആരും സ്റ്റാർട്ട് ചെയ്തില്ല. ഇന്ന് 50 ലക്ഷം രൂപ വരുമാനം. ഞാൻ സ്വയം മോട്ടിവേറ്റഡ് ആവും. അപ്പൊ ഇതിന്റെ രീതിയാണ്, ഇതിങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഒരു തരത്തിലും ഞാൻ പറഞ്ഞ എന്ത് തരത്തിലുള്ള ഫീൽഡിൽ നിന്നുള്ള നെഗറ്റിവിറ്റിയാണ് എന്ത് കിട്ടിയാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഓഫീസിൽ വന്ന് പ്ലഗ് കുത്തിയിട്ട് ചാർജ് ചെയ്തിട്ട് പോവുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ BOP സെന്റർ അതിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്, യാതൊരുവിധ സംശയമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് BOP സെന്റർ ഒരിക്കലും നമ്മൾ മിസ് ചെയ്യരുത് എന്ന് പറയാണ്. എന്റെ ഒരു റിക്വസ്റ്റ് ആയിട്ട് ഇതെടുക്കുക. നമ്മളുടെ ജില്ലകളിൽ ഏത് പ്രോഗ്രാം സെന്റർ ആണ്, ആ പ്രോഗ്രാം സെന്റർ ഒരിക്കലും ഒഴിവാക്കരുത് എന്നുള്ളതാണ്. എന്താണ് നമുക്കറിയാലോ എന്താണ് BOP സെന്ററിന്റെ ബെനിഫിറ്റുകൾ എന്താണെന്നുള്ളതും BOP സെന്ററിൽ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. എന്താ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഗസ്റ്റ് BOP സെന്ററിലേക്ക് നമ്മൾ വഴി വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിക്കുന്ന 2-3 കാര്യങ്ങളാണ്. ഒന്ന്, ഇത്രയും ആളുകൾ ഈ ബിസിനസ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഈ പ്രോസ്പെക്റ്റിന് സാധിക്കുന്നു എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇവിടെ കാണുന്ന ഉത്തമൻ സാറിന്റെ അടുത്ത് ഞാൻ 1-to-1 പ്രസന്റേഷനിലൂടെ വന്ന് ഉത്തമൻ സാറിന്റെ അടുത്ത് ഈ ബിസിനസ് സംസാരിക്കുന്നു. ഉത്തമൻ സാറ് യഥാർത്ഥത്തിൽ ഞാൻ 1-to-1 കൊടുക്കുമ്പോൾ എന്നെയാണ് ഈ ബയോട്ടോറിയമായിട്ട് കാണുന്നുള്ളൂ. കാരണം ഈ ബയോട്ടോറിയം നേരത്തെ പറഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസ് കേട്ടിട്ടില്ല, ഇതിന്റെ അച്ചീവേഴ്സിനെ കണ്ടിട്ടില്ല, ഇതിന്റെ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ല. മറിച്ച് എന്താണ്, ഈ ബയോട്ടോറിയം ഈസിക്കൽ ടു അഗേഷ്. അഗേഷ് എന്തോ ഒരു കാര്യം പറഞ്ഞു, അതാണ് ഈ ബയോട്ടോറിയം. അതായത് ഒരു ചെറിയ ലോകം. ഈ ബയോട്ടോറിയം എന്ന് പറയുന്ന ഒരു ചെറിയ പിക്ചറെ കിട്ടിയിട്ടുള്ളൂ. എന്നാൽ അത് പ്രോഗ്രാം സെന്ററിലേക്കാണ് ഞാൻ ഉത്തമൻ സാറിനെ ഇൻവൈറ്റ് ചെയ്ത് പ്രോഗ്രാം സെന്ററിൽ വന്നിട്ടുണ്ടെങ്കിൽ ഉത്തമൻ സാറ് നോക്കുമ്പോ അഗേഷ് മാത്രമല്ല എല്ലാ പ്രോഗ്രാം സെന്ററും തിങ്ങി നിറഞ്ഞാളിരിക്കുന്നത്. ഒരു 10-300 പേരുടെ ഒരു വലിയ ജനാവലി അതിൻ്റെ അകത്തുണ്ട്. ആ ഹോട്ടൽ നിറച്ചു ആൾക്കാർ. ഇത്രയും ആളുകൾ ഈ ബിസിനസ് ചെയ്യുന്നുണ്ടെന്ന് പ്രോസ്പെക്റ്റിന് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞ് വിശ്വാസ്യത വർദ്ധിക്കുന്നു. ഞാൻ ഉത്തമൻ സാറിന്റെ അടുത്ത് 1-to-1 പറയുന്നതിനേക്കാളും കൂടുതൽ വിശ്വാസ്യത മറ്റൊരാൾ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചതിന്റെ റിസൾട്ടുകൾ പറയുമ്പോൾ വിശ്വാസ്യത വർദ്ധിക്കുന്നു. ഇപ്പൊ ഞാൻ പറയാണ്, ഉത്തമൻ സാറെ കഴിഞ്ഞ 22 വർഷമായിട്ടുള്ള എന്റെ ശ്വാസം മുട്ട് മാറി, ഉത്തമൻ സാർ അത് വിശ്വസിക്കും. എന്നാലും ചിലപ്പോ പ്രോഗ്രാം സെന്ററിൽ വന്നിട്ട് മറ്റു കുറെ ആളുകൾ ഇതിന്റെ എക്സ്പീരിയൻസ് പറയുമ്പോൾ അതിന്റെ ആ വിശ്വാസ്യത കുറച്ചുകൂടി കൂടുമെന്നുള്ളതാണ്. അപ്പൊ റിസൾട്ട് കിട്ടിയ ആൾക്കാരെ നേരിട്ട് കാണാനായിട്ടുള്ള ഒരു അവസരമാണ് BOP സെന്റർ എന്ന് പറയുന്നത്. അപ്പൊ അതൊരു ബെനിഫിറ്റ് ആണ്. മൂന്നാമത്, പ്രൂഫ് കാണുന്നു, തെളിവ് കാണുന്നു.
ഫോർ എക്സാമ്പിൾ നമുക്കറിയാം BOP സെന്ററിൽ നമ്മൾ വന്നിരുന്ന ഒരു ലീഡറിനെ കണ്ടു. ആ ലീഡറുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ലീഡർ അദ്ദേഹത്തിന് കഴിഞ്ഞ ആഴ്ച കിട്ടിയ വരുമാനം കാണിച്ചു തരും. നമ്മളിപ്പോ പറയാണ് 9 മാസം കണ്ട് 1 കോടി രൂപ അച്ചീവ് ചെയ്ത ആള് തൃപ്പൂണിത്തുറ സ്വദേശിയാണ് മനോജ് സാർ ഉണ്ട് എന്ന് പറഞ്ഞാലും ചില സാഹചര്യങ്ങൾ പിന്നെ 9 മാസം കൊണ്ടോ അതൊക്കെ എങ്ങനെ പ്രായോഗികം? പക്ഷെ നമ്മൾ പ്രോഗ്രാം സെന്ററിൽ വന്നു, നമ്മൾ മനോജ് സാറിനെ കണ്ടു, ഒന്ന് പരിചയപ്പെടുത്തി. മനോജ് സാറ് ചിലപ്പോൾ ഇൻകം സ്റ്റാറ്റസ് എടുത്തത് കഴിഞ്ഞ ദിവസത്തെ വരുമാനം 50,000 രൂപ, അതിന് മുമ്പത്തെ വരുമാനം 48,000 രൂപ, ഈ രീതിയിൽ കാണിച്ചു കൊടുക്കുമ്പോൾ അതൊരു പ്രൂഫായി, ഒരു തെളിവായി, അതും ഒരു വിശ്വാസ്യതയിലേക്ക് വന്നു. പ്രൂഫ് കാണാനായിട്ട്, പ്രൂഫ് കണ്ടുകൊണ്ട് കാര്യങ്ങളിലേക്ക് കുറച്ചും കൂടി സുഗമമാകുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതുപോലെ തന്നെ അടുത്തൊരു പോയിന്റ്, പല തരത്തിലുള്ള ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ ആ പ്രോഗ്രാം സെന്ററിൽ നമ്മൾ വിളിച്ചു കൊണ്ടുവന്ന ഗസ്റ്റിന്റെ അതേ പ്രൊഫഷനുള്ള ആളുകളും ചിലപ്പോൾ അവിടെ എക്സ്പീരിയൻസ് പറഞ്ഞേക്കാം, ചിലപ്പോൾ നേരിട്ട് കണ്ടേക്കാം. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാൻ IT മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. എന്റെ മേഖല കമ്പ്യൂട്ടർ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. എന്നെ ഒരു വ്യക്തി, ഇപ്പൊ ഇതിൽ കാണുന്ന നമ്മുടെ തമ്പിച്ചേട്ടനാണ് എന്നെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചുകൊണ്ട് പോയത്. ഞാൻ ആ പ്രോഗ്രാം സെന്ററിൽ ചെന്നിരുന്നു, കേട്ടു കഴിഞ്ഞ് പല ആളുകളും, ഒരു ഡോക്ടർ വന്ന് എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു, എഞ്ചിനീയർ വന്ന് എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു, അതുപോലെ തന്നെ പല ബിസിനസ്സുകാർ വന്ന് എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു, കൂട്ടത്തിൽ ഒരാൾ കമ്പ്യൂട്ടർ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ വന്ന് എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു. അപ്പൊ എന്റെ മനസ്സിലുള്ള ഒരു തിരിച്ചറിവുണ്ട്, എന്താണ്? ഓ, എന്റെ മേഖലയിലുള്ള ആളുകൾക്കും ഇത് ചെയ്യാമല്ലേ? ശരിയല്ലേ? ഏത് പ്രൊഫഷനായിട്ട് ഒരു ഡ്രൈവറായി നമ്മൾ പ്രോഗ്രാം സെന്ററിൽ കൊണ്ടുപോയി, ഓട്ടോ ഓടിച്ചുകൊണ്ടിരുന്ന ഇന്ന വ്യക്തി ഇന്ന് ഇത്ര രൂപ വരുമാനം മേടിക്കുന്നു എന്ന് പറയുമ്പോൾ അയാൾക്കുണ്ടാകുന്ന ഒരു മോട്ടിവേഷൻ ഉണ്ട്. ഒരു എഞ്ചിനീയർ പോയാലും, ഒരു ബിസിനസ്സുകാരൻ പോയാലും, ഒരു ഡോക്ടർ ആള് പോയാലും, എല്ലാ മേഖലയിലും ഉള്ള ആൾക്കാർ ഈ പ്രോഗ്രാം സെന്ററിൽ ഉള്ളത് കൊണ്ട് തന്നെ അയാൾ പെട്ടെന്ന് കൺവിൻസ്ഡ് ആവും, ആ എനിക്കും എന്റെ പ്രൊഫഷനിലുള്ളവരും ഇത് ചെയ്യുന്നുണ്ട്, എനിക്കും ചെയ്യാം. ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം, ഒരുപാട് സ്ത്രീകൾ ഇത് ചെയ്യുന്നുണ്ടല്ലോ, അവരുടെ ജോലിയോടൊപ്പം ഇത് ചെയ്യുന്നുണ്ടല്ലോ, നേഴ്സ് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിൽ. അതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. അപ്പൊ 3-4 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ഇത്രയും ആളുകൾ ഈ ബിസിനസ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. 2, വിശ്വാസ്യത വർദ്ധിക്കുന്നു. 3, പ്രൂഫ് അവിടെ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നു. 4, പലതരത്തിലുള്ള ആളുകൾ, ചിലപ്പോൾ ഈ ഗസ്റ്റിന്റെ അതേ പ്രൊഫഷനിലുള്ള ആളുകളും പങ്കെടുക്കുന്നത് കൊണ്ട് അത് അവർക്കൊരു മോട്ടിവേഷൻ ആയിരിക്കും എന്നുള്ളതാണ്. ഇനി ഈ പ്രോഗ്രാം സെന്ററിൽ ഇത്രയധികം ബെനിഫിറ്റ് ആണ്. പലപ്പോഴും എന്ത് സംഭവിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രോഗ്രാം സെന്ററിലേക്ക് ആളുകൾ ഇൻവൈറ്റ് ചെയ്യാനുള്ള ഒരു മടി കാണുന്നുണ്ട്. നമുക്കറിയാം, നമ്മളുടെ പ്രോഗ്രാം സെന്ററിൽ 90% ആളുകളും ഈ വന്ന ആളുകൾ തന്നെയാണ്, പക്ഷെ ഗസ്റ്റിനെ കൊണ്ടുവരുന്നില്ല എന്നുള്ളതാണ്. ഇത്രയും ബെനിഫിറ്റുകൾ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഗസ്റ്റിനെ ഒന്ന് പ്ലാൻ ചെയ്യാനായിട്ട് ഈ അവസരം കൃത്യമായിട്ട് ഉപയോഗിക്കണം എന്നുള്ളതാണ്. പല ആളുകൾക്കും അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ കൃത്യമായിട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ ഇതിന്റെ ഗസ്റ്റിനെ എങ്ങനെ ഇൻവൈറ്റ് ചെയ്യാം? ഇൻവിറ്റേഷൻ എന്ന് പറയുന്ന ഒരു വലിയ സബ്ജക്റ്റ് ആണ്. ഞാൻ അതിലേക്ക് സമയക്കുറവ് മൂലം കിടക്കുന്നില്ല. എന്നാലും ഒരു 2-3 പോയിന്റുകൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. എന്താണ് ഇൻവിറ്റേഷൻ? ഗസ്റ്റിനെ എങ്ങനെ ഇൻവൈറ്റ് ചെയ്യാം? എല്ലാ പ്രോഗ്രാം സെന്ററിലും, അത് BOP ആയിക്കോട്ടെ, ഹോം മീറ്റിംഗ് ആയിക്കോട്ടെ, 1-to-1 പ്രസന്റേഷൻ ആയിക്കോട്ടെ, ഇനി അതല്ല സൂം പ്രോഗ്രാം ആയിക്കോട്ടെ, ഏത് പ്രോഗ്രാമിട്ടുള്ള ഇൻവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ 99% ഇൻവിറ്റേഷനുകളും ഫോൺ ത്രൂ മാത്രമേ ചെയ്യാമുള്ളൂ. ഒരിക്കലും നേരിട്ട് എന്ന് പറയരുത് എന്നുള്ളതാണ്. എന്താണ് നേരിട്ട് എന്ന് പറഞ്ഞാലുള്ള പ്രശ്നം? ഞാനിപ്പോ ഇവിടെ യൂണിവേഴ്സിറ്റിയെ കാണുന്നു, യൂണിവേഴ്സിറ്റിയുടെ അടുത്ത് ഞാൻ നേരിട്ട് എന്നിട്ട് പറയുകയാണ്, യൂണിവേഴ്സിറ്റി അടുത്ത ബുധനാഴ്ച ഒന്ന് ഫ്രീ ആവണം, എന്റെ ഒപ്പം ഒന്ന് എറണാകുളത്ത് വൈറ്റില വരെ ഒന്ന് വരണം എന്ന് ഞാൻ പറയാണ്. അപ്പം യൂണിവേഴ്സിറ്റി പറയാണ്, എന്താ കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് പറയാൻ വേണ്ടി തയ്യാറായി എടുക്കണം എന്നുള്ളതാണ്. പക്ഷെ ഫോൺ ത്രൂ ആണെങ്കിൽ എന്താണ്, പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്ക് അത് ഫോണിൽ കൂടെ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്യാൻസലായി. അടുത്ത ബുധനാഴ്ച ഞാൻ ഫ്രീ അല്ല ആകേഷ് എന്താന്ന് വെച്ചിട്ട് ഇപ്പൊ പറഞ്ഞു, ഇപ്പൊ നമുക്ക് സമയമുണ്ടല്ലോ, നമുക്കൊരു ചായ കുടിച്ചിരിക്കാം എന്ന് പറഞ്ഞെങ്കിൽ അവിടെ തീർന്നു. അപ്പൊ നമുക്കത് പറയാൻ സാധിക്കുന്ന ലെവലിലേക്ക് ആയി മാറുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഒരിക്കലും നേരിട്ട് എന്ന് പറയാതെ ഫോൺ ത്രൂ ആയിരിക്കണം. അതാണ് നമ്മളുടെ ബേസിക് ആയിട്ടുള്ള കാര്യം. എന്താണ് ഇൻവിറ്റേഷനിൽ ശ്രദ്ധിക്കേണ്ട 3-4 കാര്യങ്ങൾ പറയാണ്. 1, കീപ് ഇറ്റ് ഷോർട്ട്. ഏറ്റവും ചുരുക്കി കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ളതാണ്. ഒരു 4-5 സെന്റൻസിൽ കൂടുതൽ ഇൻവിറ്റേഷനിൽ ഒരാളെ ക്ഷണിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഉദാഹരണം, തമ്പിച്ചേട്ടൻ ഇവിടെ ഉണ്ട്. തമ്പിച്ചേട്ടനെ ഞാൻ വിളിക്കുകയാണെങ്കിൽ, ഇപ്പൊ നാളെ കഴിഞ്ഞുള്ള പ്രോഗ്രാം ആണെന്ന് വിചാരിച്ചു, ഇന്ന് ബുധനാഴ്ച, വെള്ളിയാഴ്ച നടക്കുന്ന പ്രോഗ്രാം ആണെങ്കിൽ ഞാൻ വിളിച്ചിട്ട് ഇത്ര പറഞ്ഞല്ലോ, തമ്പിച്ചേട്ടാ എന്തിന്റെ വിശേഷം, എവിടെയാണുള്ളത്, ഇന്ന സ്ഥലത്താണെന്ന് തമ്പിച്ചേട്ടൻ പറയുമ്പോൾ ഞാൻ പറയും, തമ്പിച്ചേട്ടാ വെള്ളിയാഴ്ച ഒന്ന് ഫ്രീ ആവണേ, വെള്ളിയാഴ്ച 4 മണിക്ക് നമുക്കൊരു സ്ഥലം വരെ ഒന്ന് പോകണം,
എന്ന് പറയട്ടെ. അപ്പൊ തമ്പിച്ചേട്ടൻ എനിക്ക് എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചാൽ, ഇല്ല തമ്പിച്ചേട്ടൻ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, നമുക്കൊന്ന് പോവാം, അധികം സമയമൊന്നും എടുക്കില്ല തമ്പിച്ചേട്ടൻ, നമുക്കൊരു 6:30 ആകുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ചു വരാം കേട്ടോ, ഒന്ന് റെഡി ആയിരിക്കണേ, 4 മണി ഒക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ വിളിച്ചോളാം തമ്പിച്ചേട്ടാ, വെള്ളിയാഴ്ച രാവിലെ വിളിച്ചോളാം. ഇങ്ങോട്ടൊന്നും പറയിപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങ് അവസാനിപ്പിച്ചേക്കുക. അതായത് ഷോർട്ടായിട്ട് ഇതിന്റെ ഇൻവിറ്റേഷന്റെ ബേസിക് എന്ന് പറഞ്ഞാൽ ഷോർട്ടായിട്ട് കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ്. 2, ഡോണ്ട് എക്സ്പ്ലെയിൻ ബിസിനസ്. തമ്പിച്ചേട്ടൻ ചില സമയത്ത് ചോദിക്കും, ആ എന്താണ് അതൊന്ന് പറ, ഇല്ല അത് വന്നിട്ട് പറയാം. ലാസ്റ്റ് നമ്മുടെ തന്നെ പിടിവിട്ടു പോകും. തമ്പിച്ചേട്ടൻ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞേക്കാം തമ്പിച്ചേട്ടാ, മനസ്സിലായില്ലേ? തമ്പിച്ചേട്ടന് വേറെ ആരോടും പറയണ്ട, ഞാൻ സാധാരണ വേറെ ആരോടും പറയാറില്ല, തമ്പിച്ചേട്ടൻ ആയതുകൊണ്ട് പറയാം. തമ്പിച്ചേട്ടൻ ഒരു ഉഗ്രം ബിസിനസ് വന്നിട്ടുണ്ട്, കിഡിലോസ്കി ബിസിനസ്, നമുക്ക് സിമ്പിൾ ആയിട്ട് വരുമാനം ഉണ്ടാക്കാം, കിഡിലം പ്രോഡക്റ്റ്, തമ്പിച്ചേട്ടന് സിമ്പിൾ ആയിട്ട് ചെയ്യാം, കാശുണ്ടാക്കാം തമ്പിച്ചേട്ടാ. തമ്പിച്ചേട്ടൻ അപ്പൊ തന്നെ അപകടം മുളക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, എന്ത് ദൈവം തമ്പുരാൻ ചോദിച്ചാൽ പോലും എന്ത് ചെയ്യണം, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിളിച്ചിരിക്കുന്ന ഇൻവിറ്റേഷൻ ആണ്, നമ്മൾ ബിസിനസ് പറയാനല്ല. ഈ ഒരു ധാരണ എപ്പോഴും വേണം. നമ്മൾ ഇൻവൈറ്റ് ചെയ്യാനാണ് വിളിച്ചിരിക്കുന്നത്, നമ്മൾ ബിസിനസ് പറയാനല്ല വിളിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ തമ്പിച്ചേട്ടൻ എന്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ബിസിനസിന്റെ ഏകദേശ രൂപം പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ തമ്പിച്ചേട്ടൻ ചിലപ്പോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റോ പണ്ടത്തെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങളോ മനസ്സിൽ കിടക്കുന്നത് തന്നെ ചിലപ്പോൾ വരാനുള്ള സാഹചര്യം ഉണ്ടാവില്ല. അപ്പൊ ഡോണ്ട് എക്സ്പ്ലെയിൻ ബിസിനസ്, ജസ്റ്റ് ഇൻവൈറ്റ് എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, നുണ പറയാൻ പാടില്ല. തമ്പിച്ചേട്ടൻ കുറെ പ്രാവശ്യം ചോദിച്ചു കഴിയുമ്പോ ഇല്ലാത്തൊരു വൈകിട്ടാ വിളിക്കുന്നത് പറഞ്ഞില്ലേ, വൈകിട്ട് എന്തിനാ സാധാരണ നമ്മൾ വിളിക്കാറ് എന്ന് ചോദിക്കുമ്പോ തമ്പിച്ചേട്ടൻ വൈകിട്ട് വിളിക്കുന്ന ഇതിനാണല്ലോ അല്ലെ, പറയടാ എവിടെയാണ് വരേണ്ടത്, മനസ്സിലായില്ലേ? സോഡ നീ എടുക്കുക, ഞാൻ എടുക്കുക. ഞാൻ പറഞ്ഞ് ഒരു കാരണവശാലും മറ്റു തരത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് പറയാം. ആലപ്പുഴയിൽ നിന്നും ഒരു റിയൽ എസ്റ്റേറ്റുകാരന് ഗോൾഡ് സൂക്കിലെ, പണ്ട് ഗോൾഡ് സൂക്കിലെ ഉത്തം സാറിനൊക്കെ അറിയാം, ഗോൾഡ് സൂക്കിൽ വെച്ച് നടന്നൊരു പരിപാടിക്കാ ആലപ്പുഴയിൽ നിന്നും ഒരു ഗസ്റ്റിനെ ഒരാൾ വിളിച്ചു വരുത്തിയത്. അയാൾ റിയൽ എസ്റ്റേറ്റുകാരനാ. ഗോൾഡ് സൂക്കിന്റെ അടുത്ത്, ഗോൾഡ് സൂക്ക് പൂട്ടാറായി നിൽക്കുകയാണല്ലോ, ഗോൾഡ് സൂക്കിന്റെ പരിസരത്ത് നിസാര വിലയ്ക്ക് 2-3 ലക്ഷം രൂപയ്ക്ക് സ്ഥലം കൊടുക്കാനുണ്ട്, ഇത് മറ്റാരും അറിഞ്ഞിട്ടില്ല, ഞാനാണ് ആദ്യം അറിഞ്ഞത്, അതുകൊണ്ട് ഞാൻ നിന്നെ കാര്യമാണ് പെട്ടെന്ന് ഓർത്ത്, നീ വേഗം വണ്ടി കയറിക്ക് പോരാൻ എന്നും പറഞ്ഞുകൊണ്ട് 5:30 ആയപ്പോ ഇയാളെ വിളിച്ചു വരുത്തിയേക്കാണ്. ഇയാളെ വിളിച്ചു വരുത്തി എവിടെയാണ് സ്ഥലം, അല്ല സ്ഥലം കാണുന്നതിന് നമുക്ക് ഗോൾഡ് സൂക്ക് ഒന്ന് കാണാന്ന് പറഞ്ഞ് കയറ്റിക്കൊണ്ടുപോയി. അതിന്റെ 3ാമത്തെ നിലയിൽ ഈ പ്രോഗ്രാമിൽ ഇരിക്കുക. പ്രോഗ്രാം ഇങ്ങനെ കുറെ അറ്റൻഡ് ചെയ്ത് ഇയാൾ വെറുതെ, കാരണം ഇയാൾക്ക് ഈ പ്രോഗ്രാമിനെ കുറിച്ച് ഒന്നും മനസ്സിലാവണമില്ല, ഒന്നുമില്ല. ഇയാള് സ്ഥലം കാണാൻ ഇങ്ങനെ വെമ്പല് കൊണ്ടിരിക്കുകയുള്ളൂ. പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ ഒരു സൗണ്ട് കേട്ട് എന്നെ ഫ്രണ്ടിൽ പോയ ഒരൊറ്റ അടി കൊടുത്ത്, മേലാൽ ഇമാതിരി തെമ്മാടത്തിനായിട്ട് വരുന്നത് നിനക്ക് പറയാൻ പാടില്ല, ഞാൻ ഇല്ലാത്ത സമയം നോക്കി, എനിക്ക് കച്ചവടം അവിടെ ഇല്ലാത്തതുകൊണ്ടാണ് എനിക്ക് ഇവിടെ വന്ന് എന്നും പറഞ്ഞുകൊണ്ട് ഒരു അടിയും കൊടുത്തു. ഞാൻ പറഞ്ഞു ഇതിലുണ്ടായ സംഭവമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു തരത്തിലും നുണ പറയരുത് എന്നുള്ളതാണ്. ഇന്നതാണ്, ചെറുതടിക്കാൻ പോവാം, മറ്റതാണ് മറിച്ചതാണ് എന്ന് പറഞ്ഞിട്ടുള്ള നിങ്ങൾക്ക് ആ ഗസ്റ്റിനെ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ആ സാഹചര്യത്തിൽ നുണ പറഞ്ഞുകൊണ്ട്, എന്നാൽ കാര്യമിട്ട് പറയാനും പാടില്ല. അതെങ്ങനെ പറയൂലേ, കാര്യമിട്ട് പറയാനും പാടില്ല, നുണ പറയാനും പാടില്ല എന്നുള്ളതാണ്. അപ്പൊ അനാവശ്യമായിട്ടുള്ള നുണകൾ പറയരുത് എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പ്രയോഗിക്കുന്ന ഒരു ടെക്നിക്കാട്ടോ, ആൻസർ ക്വസ്റ്റ്യൻ വിത്ത് ക്വസ്റ്റ്യൻ. അതായത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതേ ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചുകൊണ്ട് ഒരു ആൻസർ ആയിട്ട് പറയും. ഇപ്പൊ ഉദാഹരണം പറയാണ്, തമ്പിച്ചേട്ടന്റെ അടുത്ത് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോ തമ്പിച്ചേട്ടന് വീണ്ടും സംശയം, വല്ല ചെയിൻ നടന്ന സംഭവമാണ് സുരേഷ് കുമാർ സാർ, ഓക്കെ, കണ്ട എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് മെസ്സേജ് അയക്കുന്നത്. തമ്പിച്ചേട്ടൻ ചോദിക്കുകയാണ് വല്ല ചെയിൻ പരിപാടി വല്ലോ ആണോ, അല്ല എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിച്ചാട്ടോ, നെറ്റ്വർക്ക് വല്ല ആണോ. അപ്പൊ നമ്മളൊന്ന് അയ്യോ, അത് പിന്നെ നെറ്റ്വർക്ക് എന്ന് വെച്ചാലേ നെറ്റ്വർക്കിന്റെ രീതിയല്ല, പക്ഷെ ഇത് നെറ്റ്വർക്കായിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ബന്ധമില്ല എന്ന് പറഞ്ഞു മനസ്സിലായി. ഞാൻ പറഞ്ഞത് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പെടും. ഞാൻ സാധാരണ ചെയ്യാറുള്ള ഒരു മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൻസർ ക്വസ്റ്റ്യൻ വിത്ത് ക്വസ്റ്റ്യൻ ആണ്. തമ്പിച്ചേട്ടൻ ചോദിക്കുകയാണ് വല്ല മണി ചെയിനോ അങ്ങനെ എന്തെങ്കിലും പരിപാടിയാണോ. മണി ചെയിനോ, അതെന്താണ് തമ്പിച്ചേട്ടാ, അതിനെ കുറിച്ച് തമ്പിച്ചേട്ടൻ അറിയാവോ, അതെന്ത് സംഭവം, അതൊന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞ മണി ചെയിൻ അല്ലെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല, ചെയിൻ അല്ലെന്ന് പറഞ്ഞിട്ടില്ല, നെറ്റ്വർക്ക് അല്ലെന്ന് പറഞ്ഞിട്ടില്ല, നമ്മളൊന്നും പറഞ്ഞിട്ടില്ല. നെറ്റ്വർക്ക് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കി കളഞ്ഞല്ലേ കള്ളൻ എന്നല്ല ചോദിക്കുന്നുണ്ട്. നെറ്റ്വർക്കിനെ കുറിച്ച് തമ്പിച്ചേട്ടൻ അറിയാവോ, അതെന്താണത് എന്ന് ചോദിച്ചിട്ട് അല്ല, ഇങ്ങനെ സാധാരണ ആൾക്കാർ ഇങ്ങനെ വിളിക്കുമ്പോ ഓക്കെ എനിക്ക് തോന്നിയില്ല, തമ്പിച്ചേട്ടൻ എന്താ പെട്ടെന്ന് നെറ്റ്വർക്ക് ചാടി പറഞ്ഞ് എന്ന് ഞാൻ ആലോചിക്കുകയും ചെയ്തു.
ക്വസ്റ്റ്യൻ വിത്ത് ക്വസ്റ്റ്യൻ, നമ്മൾ അതിന് ആൻസർ പറയല്ല വേണ്ടേ, പകരം തിരിച്ചൊരു ക്വസ്റ്റ്യൻ അങ്ങ് ചോദിച്ചേക്കുക. അത് തന്നെ ആൻസർ തന്നെ അവർ ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റഡ് ആയി പറയുക എന്നുള്ളതാണ്. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ഇൻവിറ്റേഷൻ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ പറഞ്ഞു ഇന്ന് ബുധനാഴ്ചയാണ്, വെള്ളിയാഴ്ച നടക്കേണ്ട പ്രോഗ്രാമിൽ ഇന്നേ ഇൻവൈറ്റ് ചെയ്തേക്കുക. 2 day റൂൾ എന്ന് പറഞ്ഞൊരു പ്രിൻസിപ്പിൾ ഉണ്ട് ഇൻവിറ്റേഷന്. 2 ദിവസം മുമ്പൊന്ന് പറഞ്ഞു വെച്ചേക്കുക, തമ്പിച്ചേട്ടാ ഇങ്ങനെ വെള്ളിയാഴ്ച ഒന്ന് ഫ്രീ ആവണം കേട്ടോ, വെള്ളിയാഴ്ച 6 മണിക്കാണ് പ്രോഗ്രാം എങ്കിൽ രാവിലെ ഉച്ചയ്ക്ക് ഒന്ന് വിളിച്ചു ഓർമ്മിച്ചേക്കുക. തമ്പിച്ചേട്ടാ ഞാൻ ബുധനാഴ്ച പറഞ്ഞ കാര്യം ഉണ്ടല്ലോ, മറക്കല്ല കേട്ടോ, വളരെ സീരിയസ് ആയിട്ട കാര്യമാണ്. നമുക്ക് ഒരുമിച്ച് പോകാം, ഞാൻ തമ്പിച്ചേട്ടന്റെ വീട് വഴി വന്നേക്കാം. കഴിയുമെങ്കിൽ അവരുടെ വണ്ടി ഇടിപ്പിക്കരുത്. നമ്മുടെ അയൽവക്കമൊക്കെ ആണെങ്കിൽ കഴിയുമെങ്കിൽ നമ്മുടെ വണ്ടിക്ക് വേണം കൊണ്ടുപോകാനായിട്ട്. കാരണം ഇടയ്ക്ക് തിരിച്ചു പോകാൻ പറ്റൂലല്ലോ, നമ്മുടെ വണ്ടി തന്നെ വേണമല്ലോ തിരിച്ചു പോകാനായിട്ട്. അപ്പൊ അതും പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ചില ആളുകൾ, ഇപ്പൊ ഞാൻ പുത്തൻകുരിശുകാരനാണ്, തിരുവാങ്കുളത്ത് നിന്നാണ് ഒരു ഗസ്റ്റ് ഉള്ളതെങ്കിൽ ഞാൻ പറയണം എന്റെ സ്കൂട്ടറിന് പോട്ടോ, എന്റെ കാറിന് പോട്ടോ, അല്ല ഞാൻ എത്തിക്കോളാം. വേണ്ടെന്ന്, എന്തിനാണ് വെറുതെ 2 പെട്രോൾ അടിക്കുന്നത്, നമ്മുടെ ഒരുമിച്ച് പോലോ എന്ന് പറഞ്ഞുകൊണ്ട് അയാളങ്ങനെ കൂട്ടി പോവുക. ഒരു ഹെൽമെറ്റ് കൂടുതൽ എടുത്താൽ പോരെ, അല്ലെങ്കിൽ കാറിനാണെങ്കിൽ കൂട്ടിക്കൊണ്ടുപോകുക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രോഗ്രാം കഴിയാതെ നമ്മൾ പോരാതെ ഇദ്ദേഹത്തിന് പോരാൻ പറ്റുമല്ലോ. അപ്പൊ അതിങ്ങനെ മനസ്സിലാക്കുക, നമ്മളുടെ കൂടെ കൊണ്ടുവരാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അടുത്തത്, ഈ പ്രോഗ്രാം സെന്ററിലേക്ക് ഒരു ഹാഫ് അവർ മുമ്പെങ്കിലും എത്താനുള്ള ശ്രമം നടത്തുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പൊ പ്രോഗ്രാം നടക്കുന്നത്, ഇപ്പൊ തമ്പിച്ചേട്ടനെ ഞാൻ പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. എറണാകുളത്ത് പ്രോഗ്രാം 4 മണിക്കാണ് നടക്കുന്നതെന്ന് വിചാരിച്ചു. 4 മണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രോഗ്രാം സെന്ററിൽ നമ്മൾ പറയേണ്ടത് ഒരു 3:30 എത്താനാണ്. 3:30 എത്തിയിട്ട് 3:30 പ്രോഗ്രാം സെന്ററിൽ കയറിയിരിക്കണം എന്നല്ല പറഞ്ഞത്, 3:30 ഒരു ഹാഫ് അവർ മുമ്പ് ആ പ്രോഗ്രാം സെന്ററിൽ എത്തുക എന്നുള്ളതാണ്. എന്തിനാണ് പ്രോഗ്രാം സെന്ററിൽ ഹാഫ് അവർ മുമ്പ് എത്തുന്നത്, അത് ഞാൻ അടുത്ത ഇതിൽ പറയാം. ഇങ്ങനെ ഹാഫ് അവർ മുമ്പ് പ്രോഗ്രാം സെന്ററിൽ എത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ചില സാഹചര്യങ്ങൾ, ഇപ്പൊ തമ്പിച്ചേട്ടൻ പറയാണ് ഞാൻ എത്തിയേക്കാം, നീ സ്ഥലം പറഞ്ഞു, പെട്ടു അല്ലെ, നമ്മളുടെ വണ്ടിയിൽ കൊണ്ടുവരാൻ സാധിക്കുന്നില്ല, തമ്പിച്ചേട്ടൻ എത്തിയേക്കാം. ചില ആളുകൾ എന്ത് പറയും, ഞാൻ വന്നോളാടാ, നീ എന്തായാലും ഒരു കാര്യം ചെയ്യ്, വൈറ്റ്ലയിൽ ഇറങ്ങിയിട്ട് ഒന്ന് തെക്കോട്ട് നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ ബ്രോഡ്ബീൻ എന്ന് പറയുന്ന ഒരു ഹോട്ടൽ ഉണ്ട്, അതിന്റെ 3ാമത്തെ നിലയിലൊന്ന് കയറിയിരുന്നു എന്ന് പറയും. ഞാൻ കേട്ടിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. എന്ത് സംഭവിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ വന്നു ബ്രോഡ്ബീനിൽ എന്തായിരിക്കും, തമ്പിച്ചേട്ടൻ ഒരു ക്യൂരിയോസിറ്റിയെ ഒന്ന് ഗൂഗിളിൽ ഒന്ന് അടിച്ചു നോക്കി, ബ്രോഡ്ബീൻ ഹോട്ടൽ ടുഡേസ് പ്രോഗ്രാം, എല്ലാം വ്യക്തമായല്ലോ. ബ്രോഡ്ബീന്റെ മറ്റേ കറക്റ്റ് ആയിട്ട് അവരുടെ ചാർട്ട് കിട്ടി, 3ാമത്തെ നിലയിൽ ഈ ബയോട്ടോറിയം കമ്പനിയുടെ പ്രോഗ്രാം നടക്കുന്നു. അപ്പൊ തന്നെ തമ്പിച്ചേട്ടന്റെ മൊബൈല് സ്വിച്ച് ഓഫ് ആയി. നമ്മൾ പിന്നെ വിളിച്ചാ കിട്ടൂല. പിന്നെ മൊബൈൽ അവിടെ വെച്ച് മറന്നു, ഇവിടെ വെച്ച് മറന്നു, മൊബൈൽ സൈലന്റ് ആയി പോയി, മൊബൈല് മറ്റേ അവിടെ ആയി പോയതുകൊണ്ടാണ്, ഡ്രൈവിംഗ് ആയതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒഴിവുകൾ. ഞാൻ പറയുന്നത് ഒരിക്കലും സാധിക്കുമെങ്കിൽ പ്രോഗ്രാം സെന്ററിന്റെ പേര് പറയരുത്. തൊട്ടടുത്ത് പറഞ്ഞോ, വൈറ്റില ജംഗ്ഷൻ പറഞ്ഞോ, വൈറ്റില ജംഗ്ഷനിൽ നിന്നോ ഞാൻ അവിടെ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോകാം. അല്ലെങ്കിൽ തൊട്ടടുത്ത് എവിടെയാണ്, ഞാൻ എറണാകുളംകാരനായതുകൊണ്ട് എറണാകുളത്തെ പ്രോഗ്രാം സെന്റർ പറഞ്ഞു. കണ്ണൂരുകാർ നേരെ വൈറ്റിലേക്കുള്ള കാര്യമല്ല പറയണ്ടത്. കണ്ണൂർ പ്രോഗ്രാം സെന്ററിന്റെ അടുത്ത് എവിടെയാണോ കാണാൻ പറ്റുന്നത് ആ സ്ഥലമായിരിക്കണം പറയേണ്ടതെന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ് ഇതിൽ കള്ളം നമ്മൾ പറഞ്ഞിട്ടില്ല കേട്ടോ, എന്നാ കാര്യം പറഞ്ഞിട്ടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണമെങ്കിൽ ഞാൻ ഇത് നുണ പറഞ്ഞുകൊണ്ട് ചെയ്യേണ്ടതാണോ എന്നുള്ളതല്ല. അപ്പൊ ഞാൻ പറഞ്ഞത് അത് നമ്മളുടെ ഒരു കസ്റ്റമർ, ഒരു പ്രോസ്പെക്ട് കൃത്യമായിട്ട് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പണിയെല്ലാം ചെയ്യുന്നതാണ്. ഇനി അരമണിക്കൂർ മുമ്പ് വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് ഗുണം? മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ തമ്പിച്ചേട്ടന് തന്നെ എക്സാമ്പിൾ എടുക്കുക കേട്ടോ, ആദ്യം പറഞ്ഞതുകൊണ്ട്. അപ്പൊ തമ്പിച്ചേട്ടൻ അരമണിക്കൂർ മുമ്പ് വന്നു. ഞാൻ തമ്പിച്ചേട്ടനും 2 വഴിക്കാണ് വന്നത്. 2 വഴിക്ക് വന്നു. ഞങ്ങൾ ഹോട്ടലിന്റെ തൊട്ടടുത്തുള്ള ഒരു ചായക്കടയിൽ കയറി, അല്ലെങ്കിൽ ഒരു ജ്യൂസ് കടയിൽ കയറി, ഒരു ജ്യൂസ് മേടിച്ചു കൊടുത്തു, ഒരു 12 രൂപയുടെ ഒരു ചായ മേടിച്ചു കൊടുത്തു, ഒരു 10 രൂപയുടെ ഒരു കടി മേടിച്ചു കൊടുത്തു, അല്ല ഇനി ഒരു മസാല ദോശ മേടിച്ചു കൊടുത്തു. വൈകിട്ട് സമയമല്ലേ, നമ്മൾ ഒരുമിച്ച് നമുക്കൊരു ചായ കുടിച്ചിട്ട് സംസാരിക്കാതെ ചായ കുടിച്ചു. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചായ കുടിച്ചതിന് ശേഷം നമ്മൾ ആ പ്രോഗ്രാം നമുക്ക് ഞാൻ പറഞ്ഞ കാര്യം സംസാരിക്കാനുള്ളത്, നമുക്ക് ആ ഹോട്ടലിൽ നമുക്ക് അങ്ങോട്ട് കയറാം, കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് സമയം എനിക്ക് വേണ്ടി ഒന്ന് മാറ്റിവെക്ക് എന്ന് പറഞ്ഞ് കയറുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 12 രൂപയുടെ നന്ദി ഈ വയറിന്റെ അകത്ത് കിടക്കുവാണ്. പെട്ടെന്ന് ഞാൻ പോവാണെന്ന് പറയാൻ പറ്റുമോ? കാരണം വെച്ചാൽ ഈ ചായ വയറ്റിന്റെ അടുത്ത് കിടക്കല്ലേ, അല്ലെങ്കിൽ ഈ ജ്യൂസ് വയറ്റിന്റെ അടുത്ത് കിടക്കുക, ഈ മസാല ദോശ വയറ്റിന്റെ അടുത്ത് കിടക്കല്ലേ. പെട്ടെന്ന് ഒരാളുടെ കാശ് മുടക്കി ഒരു ചായ മേടിച്ചു കൊടുത്തിട്ട് ആ പ്രോഗ്രാമിനൊന്നും ഞാൻ വന്നില്ല എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റൂല. ഇനി എല്ലാരും ചായ മേടിച്ചു കൊടുക്കാൻ നടക്കണമെന്നല്ല ഞാൻ പറഞ്ഞു, മറ്റേ വൈറ്റിലെ ചായക്കടയുടെ അംബാസഡർ അല്ല ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. പറ്റുമെങ്കിൽ ഒരു ചായയൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവര് ആ ഒരു സ്നേഹം, ഒരു ചായയുടെ സ്നേഹം
കുറച്ച് നേരത്തേക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മലയാളി ആയതുകൊണ്ട് ആ ഒരു സ്നേഹം കാണിക്കുമെന്നുള്ളതാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും BOP സെന്ററിലേക്ക് ഒരു വ്യക്തി എത്തിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടത്. ഞാൻ പറഞ്ഞത് ഞാൻ എന്റെ ഒന്ന് രണ്ട് എക്സ്പീരിയൻസ്, കാരണം ഇതെല്ലാവർക്കും മറ്റേ ആ കൊച്ചു പറയും പോലെ ചിലർക്ക് ശരിയാവും ചിലർക്ക് ശരിയാവില്ല കേട്ടോ. ഞാൻ ഈ ബിസിനസ്സിൽ വന്നപ്പോ ഹോം മീറ്റിംഗിലൂടെയാണ് ഞാൻ തുടക്കത്തിൽ സെയിൽ എടുത്തത്. പക്ഷെ ആദ്യത്തെ BOP-യിൽ ഞാൻ കൊണ്ടുവന്ന ഗസ്റ്റുകൾ എല്ലാം സെയിൽസ് ആയി എന്നുള്ളതാണ്. അതിന് ഞാൻ എടുത്ത മാർഗങ്ങൾ, ഞാൻ ഇത് ഒരിക്കൽ കൂടി പറയാണ്, ഇത് എല്ലാ തലത്തിലും. കാരണം ഫ്രണ്ട്സിന്റെ അടുത്ത് ഇൻവൈറ്റ് ചെയ്യേണ്ട രീതി വ്യത്യാസമുണ്ട്. അതാ ഞാൻ പറഞ്ഞ ഇൻവിറ്റേഷൻ വലിയ ടോപ്പിക്കാ. ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യേണ്ട രീതി, നമ്മുടെ സാറുമാരെ ഇൻവൈറ്റ് ചെയ്യേണ്ട രീതി, നമ്മളുടെ ഫാമിലി മെമ്പേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യേണ്ട രീതി, നമ്മളുടെ എന്താ പറയുന്നത്, നമ്മളുടെ ഏറ്റവും വലിയ പരിചയമില്ലാത്ത ആളുകളെ ഇൻവൈറ്റ് ചെയ്യേണ്ട രീതി, ഇതെല്ലാം വ്യത്യാസമുണ്ട് കേട്ടോ. ഞാൻ തുടക്കത്തിൽ രണ്ടു കൂട്ടരെ ഇൻവൈറ്റ് ചെയ്ത രീതിയാണ് പറയുന്നത്. അതായത് പലർക്കും ഇവിടെ സജീവൻ ചേട്ടനും അതുപോലെ തന്നെ ഉത്തമൻ സാറിനും അഭിലാഷിയൊക്കെ അവർക്ക് നേരിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ആ രണ്ട് എക്സാമ്പിൾ പറയാൻ ശ്രമിക്കുന്നത്. എന്റെ ഒരു വെൽവിഷർ, ഞങ്ങളുടെ ഫാമിലിയിലെ ഒരു വെൽവിഷർ ഏലിയാസ് എന്ന് പറയുന്ന വ്യക്തി. ഈ ഏലിയാസ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം എന്ത് കാര്യം വന്നാലും അദ്ദേഹം ഒരു ഉപദേശകനാണ്. മനസ്സിലായില്ലേ? പുള്ളിയുടേതായിട്ടുള്ള ഒരു ഇന്റർപ്രിട്ടേഷൻ ആ വിഷയത്തിൽ ഉണ്ടാവും. അതിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട് അയാൾ ഫാമിലിയിൽ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നതാണ്. നമ്മൾ എന്ത് കുരുത്തക്കേട് കാണിച്ചാലും എപ്പോഴൊക്കെ നമ്മൾ കിട്ടുമ്പോ അവസരത്തിൽ ഇങ്ങനെ ഉപദേശിക്കാൻ നടക്കില്ലേ, അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, മറ്റേ ചെയ്തറിഞ്ഞ് കുറച്ചും കൂടെ ഇത് ചെയ്യാം എന്ന് പറഞ്ഞു നടക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു, മിസ്റ്റർ ഏലിയാസ്. ഫാമിലി ഫ്രണ്ടാണ്. ഞാൻ ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്നപ്പോ ഞാൻ കണ്ടത്, ഏലിയാസ് ഏട്ടന് ഒരാളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനുള്ള കഴിവ് കൂടുതലാണ്. മനസ്സിലായില്ലേ? ശരിയോ തെറ്റോ എന്നുള്ളതിലല്ല, അദ്ദേഹം അത് പറഞ്ഞു ധരിപ്പിക്കുന്നുള്ള കഴിവ് കൂടുതലായതുകൊണ്ട് ഞാൻ വിചാരിച്ചു അദ്ദേഹത്തെ തന്നെ വിളിക്കാമെന്ന് വിചാരിച്ചു. അദ്ദേഹത്തെ വിളിക്കുന്നതിന് ഞാൻ ഉപയോഗിച്ച ഒരു ട്രിക്കാണ്, ഞാനിത് എന്റെ എക്സ്പീരിയൻസ് ആണ് പറഞ്ഞത്. ഞാൻ ഇത്ര പറഞ്ഞോളൂ, ഏലിയാസ് ഏട്ടാ, ഞാൻ എറണാകുളത്ത് വെച്ച് ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. എന്റെ ഒരു ഫ്രണ്ടാണ് ഈ പ്രോഗ്രാമിനെ കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞത്. ഞാനത് ആദ്യം ഒരു തുടക്കത്തിൽ കുറച്ച് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ഈ പ്രോഗ്രാം എന്താണ്, ഇത് എനിക്ക് ചെയ്യാൻ പറ്റുമോ, ഇത് ചെയ്താൽ നന്നാവുമോ, ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് ആണോ എന്നുള്ള എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഏലിയാസ് ഏട്ടൻ എൻ്റെ ഒപ്പം ഒന്ന് വന്ന് ഇതൊന്ന് കേട്ട് ഇതൊന്ന് മനസ്സിലാക്കി എനിക്ക് അതിന്റെ ഗൈഡൻസ് തന്നാൽ വലിയ ഉപകാരമായി. ഏലിയാസ് ഏട്ടന്റെ ജോലി സമയമുണ്ട്, എന്നാലും ഒരു ഉപദേശിക്കാൻ ഒരു അവസരമാണല്ലോ വീണ്ടും കൈവന്നിരിക്കുന്നത് എന്നുള്ളൊരു കൊതി കൊണ്ട് ഏലിയാസ് ഏട്ടനും ഞാനും ഒരുമിച്ച് എന്റെ കാറിൽ പോയി. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രോഗ്രാം സെന്ററിൽ ചെന്നു. പ്രോഗ്രാം സെന്ററിന്റെ അകത്ത് കയറി എന്നേക്കാൾ ആവേശത്തിൽ, എന്നേക്കാൾ ശ്രദ്ധയോടുകൂടി അദ്ദേഹം ആ പ്രോഗ്രാം മൊത്തത്തിൽ വീക്ഷിച്ചു. കാരണം എന്താണ്, പ്രോഗ്രാം കഴിഞ്ഞിട്ടുള്ള സമയത്ത് അഗേഷിനെ ഉപദേശിച്ച് നേരെയാക്കാനുള്ളതാണ്. ഈ പ്രോഗ്രാം വ്യക്തമായിട്ട് കേട്ട് കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി, ഇത് കൊള്ളാല പരിപാടി. പ്രോഗ്രാം കഴിഞ്ഞപ്പോ തന്നെ എന്നോട് പറഞ്ഞു, അഗേഷ് ഇത് സൂപ്പർ പരിപാടിയാണല്ലോ, അടിപൊളി പരിപാടി, ധൈര്യമായിട്ട് ചെയ്തു, നല്ല ബിസിനസ് അല്ലേ ഇത്, നല്ല കാശ് ഉണ്ടാക്കാൻ പാടില്ല, ധൈര്യമായിട്ട് ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നാ ഏലിയാസ് ഏട്ടാ നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ഞാനും കൂടാന്ന്, അതിനെന്താ. എന്റെ ആദ്യത്തെ BOP സെന്ററിന്റെ സെയിൽസ് അതായിരുന്നു. മിസ്റ്റർ ഏലിയാസ് എന്ന് പറയുന്ന വ്യക്തി, സജീവൻ ചേട്ടനൊക്കെ അറിയാം, ആ ചിരി കണ്ടാ അറിയാം ആളെ. ഓക്കെ, അപ്പൊ ഇനി അതാണ് എന്റെ ഒരു എക്സ്പീരിയൻസ്. രണ്ടാമതൊരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞു, ഇത് എല്ലാവർക്കും വർക്കൗട്ട് ആവില്ല. രണ്ടാമതൊരു എക്സ്പീരിയൻസ്, എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു അബിയും അതുപോലെ തന്നെ രഞ്ജിത്തും. അതും ഇവിടെയുള്ള പലർക്കും അറിയാവുന്നതാണ്. അവരെ ഞാൻ പ്രോഗ്രാം സെന്ററിൽ കൊണ്ടുവന്ന കാര്യം, ഈ ഫ്രണ്ട്സിന്റെ അടുത്ത് എന്ത് തകർത്ത് പറഞ്ഞാലും ഒന്ന് മോളാർക്കാണത്, മനസ്സിലായില്ലേ എന്നുള്ളൊരു ലൈനിലായിരിക്കും അല്ലെ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്. പിന്നെ ഇനിയിപ്പോ നിന്റെ എറണാകുളം. ഞാനൊരു ട്രിക്ക് അതിൽ പ്രയോഗിച്ചു ഇത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞടാ, ഒരു ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം വന്നിട്ടുണ്ട്. കിഡിലൻ സംഭവം എന്ന് പറഞ്ഞ് എറണാകുളത്ത് തൃപ്പൂണിത്തുറയുള്ള ക്ലാസിക് ഫോർട്ട് ഹോട്ടലിൽ വെച്ചിട്ട് പരിപാടി നടക്കുന്നുണ്ട്. എന്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാനിത് അറിഞ്ഞത്. നമുക്കതൊന്നും നോക്കണ്ട, നമുക്ക് 3 പേർക്കും കൂടി ഒന്ന് പോയി നോക്കിയാലോ, ആരും അറിയണ്ട, രഹസ്യമായിട്ട് നമ്മൾ പോകുന്നു, അറ്റൻഡ് ചെയ്യുന്നു, തിരിച്ചു പോരുന്നു. അപ്പൊ അവരും ഹാപ്പി. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ ഞാൻ അവരെ ഇൻവൈറ്റ് ചെയ്തില്ല. ഞാൻ ഇൻവൈറ്റ് ചെയ്തിട്ട് അല്ലല്ലോ അവര് വന്നത്. ഞങ്ങൾ 3 പേരും കൂടി രഹസ്യമായിട്ട് ഇത് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഫോണ് തിരിച്ചു വന്നു. ഞാൻ എന്റെ ലീഡർ സുജിത് സാറിനെ വിളിച്ചു പറഞ്ഞു, സുജിത് ചേട്ടാ, എന്റെ ഗസ്റ്റ് വരുന്നുണ്ട്, ഞങ്ങൾ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യും, പുറത്തേട്ട് ഇറങ്ങും, എന്നെ വന്ന് കണ്ടോളണം. ഞങ്ങൾ നേരെ ചെന്നു. ഞങ്ങൾ 3 പേരും
കയറിയിരുന്നു, പ്രോഗ്രാം അറ്റൻഡ് ചെയ്തു വളരെ സന്തോഷത്തോടു കൂടി ഓക്കെ എന്നുള്ള രീതിയിൽ തിരിച്ചിറങ്ങി പോന്നു. ഞാനും ആരോടും മിണ്ടിയില്ല. എന്റെ തുടക്കത്തിലാട്ടോ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോ തന്നെ ശ്രീചേട്ടൻ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത പോലെ തന്നെ ശ്രീചേട്ടൻ വന്നു. അഖേഷേ ഞാൻ അയച്ചു തന്നിട്ട് ഞാൻ ഓർത്ത് നീ വരില്ലാന്ന് കേട്ടോ ഓർത്ത്. ഇതാരൊക്കെയാണത്? ഞാൻ പറഞ്ഞു ഇതിന്റെ ഫ്രണ്ട്സ്. അത് ഞാനും ഒരു കപ്പിള് അഭിനയിച്ചു. അവരുടെ അടുത്ത് എങ്ങനെയുണ്ട് കേട്ടിട്ട്? ഞാൻ പറഞ്ഞു കൊള്ളാം. അപ്പൊ അവരും പറഞ്ഞു കൊള്ളാം എന്നൊക്കെ പറഞ്ഞു. കാരണം എന്താ, ഞങ്ങളുടെ 3 പേരുടെയും മനസ്സിലിരിപ്പ് എന്താണ്, ഞങ്ങളിതൊന്നും ചെയ്യൂല, ഞങ്ങൾ വെറുതെ എന്ന് പറഞ്ഞേക്കാം. പിറ്റേ ദിവസം ഞാൻ ശ്രീചേട്ടനായിട്ട് 2 പേരുടെ വീട്ടിൽ പോയി 2 സെയിലും എടുത്തു എന്നുള്ളതാണ്. അവർ ആക്റ്റീവായിട്ട് ബിസിനസ് ചെയ്തു, 2 പേരും നെറ്റ്വർക്കിലുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ട്രിക്ക് ഞാൻ ഉപയോഗിച്ചു. ഇത് തന്നെ എല്ലായിടത്തും നടക്കണമെന്നില്ല. നമ്മളിപ്പോ പ്രായം കൂടിയ ആളുകൾക്ക് ഈ ട്രിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ചിലപ്പോൾ സ്ത്രീകളെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ഈ ട്രിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. എന്താണെങ്കിലും ഞാൻ പറഞ്ഞത് ഇൻവിറ്റേഷനിൽ പല രീതിയിൽ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഇനി പ്രോഗ്രാം സെന്ററിൽ അങ്ങനെ ഇൻവൈറ്റ് ചെയ്ത ഒരാളെ പ്രോഗ്രാം സെന്ററിൽ കൊണ്ടുപോയി ഇരുത്തിയാൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് 5 മിനിറ്റിൽ നമ്മൾ പറഞ്ഞതാണ്. പ്രോഗ്രാം സെന്ററിൽ കൊണ്ടുപോയാൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള പ്രത്യേകിച്ചിട്ടുള്ള കാര്യങ്ങൾ. അറ്റൻഡിങ് എ പ്രോഗ്രാം. ഈ പ്രോഗ്രാം നമ്മളുടെ ഉദ്ദേശം ഇത്രേ ഉള്ളൂ കേട്ടോ. ഈ പ്രോഗ്രാം കൃത്യമായിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഗസ്റ്റ് ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണം എന്ന് മാത്രമാണ് നമ്മുടെ ഉദ്ദേശം. നമ്മൾ വേറെ കള്ളത്തരത്തിന് വേണ്ടിയിട്ടോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. ഈ പ്രസന്റേഷൻ കൃത്യമായിട്ട് അയാൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇനി പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ടത്. ഞാൻ ആദ്യം പറഞ്ഞാണ്, പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പ്രോഗ്രാം ഹാളിൽ കയറിയിരിക്കുക. തുടങ്ങിയിട്ട് കയറാൻ വേണ്ടി നിൽക്കരുത്. ചില ആളുകൾ പുറത്ത് തന്നെ വെയിറ്റ് ചെയ്യും. കുറെ ആളുകൾ തിങ്ങി നിരങ്ങിയിട്ട് ഗസ്റ്റിനെ കൂടി വരുത്താമല്ലോ എന്നുള്ള ചിന്തയിൽ നിൽക്കുന്നുണ്ടാവും. ഞാനിത് കണ്ടിട്ടുണ്ട്. ഒരിക്കലും ചെയ്യരുത്. പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പ്രോഗ്രാം സെന്ററിന്റെ അകത്തേക്ക് കയറുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മളെല്ലാവർക്കും ഇഷ്ടം എവിടെയാ? ഏറ്റവും ബാക്കിൽ പോയിരിക്കാനാണ്. മനസ്സിലായില്ലേ? ഏറ്റവും പുറകിൽ പോയി ഏറ്റവും സേഫ് ആയിട്ട് പോയിരിക്കാനാണ്. മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ഗസ്റ്റുമായിട്ട് നമ്മൾ പോയിരിക്കേണ്ടത് ആദ്യത്തെ ഒരു 2 or 3 റോയിൽ കിട്ടിയാൽ അവിടെ പോയിരിക്കണം. അവിടെ പോയി സൈഡ് സീറ്റ് പിടിച്ചുകൊണ്ടിരിക്കരുത്. അവിടെ പ്രത്യേകിച്ച് കാറ്റ് കൂടുതലൊന്നും കിട്ടാനുള്ള സൈഡ് സീറ്റ് അല്ല ഇരിക്കേണ്ടത്. ഒരു റോയിൽ ഒരു 10-12 പേര് ഇരിക്കുന്നുണ്ടെങ്കിൽ ഏതാണ്ട് അതിന്റെ നടുക്ക് പോയിരിക്കുക. ഇപ്പുറ സ്ഥലം ഉണ്ടാവും. വരട്ടെ, ആൾക്കാർ വന്ന് അവിടെ ഇരുന്നോട്ടെ. ഇതെന്തിനാണ് ഇങ്ങനെ ഇരുത്തുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആണ്. ഈ പ്രോഗ്രാമിന്റെ ഇടയ്ക്ക് ഇവൻ എഴുന്നേറ്റ് പോകരുത്. നമ്മളുടെ ഉദ്ദേശം പ്രോഗ്രാം കേൾക്കുക എന്നുള്ളതാണല്ലോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രോഗ്രാമിൽ ഒരു 10-250 പേര് ഇരിക്കുന്നു. ആദ്യത്തെ ഒരു 3ാമത്തെ റോയിൽ ഇയാൾ ഇരിക്കുകയാണ്. ഇയാൾക്ക് കോള് വരാം, ഇയാൾക്ക് പല ആവശ്യങ്ങളുണ്ടാവും. പക്ഷെ മാനസികമായിട്ടൊരു ചമ്മല്, ഇത്രയും ആൾക്കാരുടെ അടുത്ത് പെട്ടെന്ന് ഞാൻ എഴുന്നേറ്റാൽ, സൈഡിലാണെങ്കിൽ എഴുന്നേറ്റ് തിക്കി തിരക്കൊന്ന് പോവാം. ഇത് എഴുന്നേറ്റ് അങ്ങോട്ട് പോകുമ്പോൾ ഇതുവഴി പോകാൻ പറ്റാനുള്ള ഗ്യാപ്പില്ല. പിന്നെ അപ്പുറത്ത് ചുറ്റി അതുവഴി കടന്നു പോകണം. വേണ്ട, ഇവിടെ തന്നെ ഇരുന്നേക്കാം എന്നുള്ളൊരു ചിന്ത. അതാണ് ഞാൻ പറഞ്ഞത്. പറ്റുമെങ്കിൽ ഒരു 2ാമത്തെ 3ാമത്തെ റോയിന്റെ നടുക്കായിട്ട് ഗസ്റ്റുമായിട്ട് കൊണ്ടുപോയി ഇരിക്കുക എന്നുള്ളതാണ്. ഇനി ഗസ്റ്റായിട്ട് കൊണ്ടുപോയിരിക്കുമ്പോ നീ അവിടെ ഇരുന്ന് കേട്ടോട്ടോ, ഞാനിവിടെ ഉണ്ട്, എന്റെ ലീഡറെ ഒന്ന് കണ്ടിട്ട് പറ്റുന്നു. ഒരിക്കലും ചെയ്യരുത്. ലീഡറിനെയൊക്കെ പിന്നെ കണ്ടോളാം. നമ്മളുടെ ഗസ്റ്റുമായിട്ട് നമ്മൾ പ്രോഗ്രാം സെന്ററിൽ പോയിട്ടുണ്ടെങ്കിൽ ആ ഗസ്റ്റിന്റെ ഒപ്പം തന്നെ ഇരിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഒരു കാരണവശാലും ബാക്കിലേക്കോ പിന്നീട് നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാനുള്ള ഇടവരുത്തുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തിന്റെ അടുത്ത് തന്നെ ഇരിക്കുക എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മൊബൈൽ ഫോൺ നമ്മൾ നിർബന്ധമായിട്ടും സൈലന്റിലോ അല്ലെങ്കിൽ ഫ്ലൈറ്റ് മോഡിലോ ഒരു മണിക്കൂർ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചുകൊണ്ടോ ഫ്ലൈറ്റ് മോഡിൽ വെച്ചുകൊണ്ടോ ഒരു പ്രശ്നവും യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോണില്ല. നിങ്ങളൊന്ന് മൊബൈൽ, ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, രാത്രി നമ്മൾ കിടന്നുറങ്ങില്ല, രാത്രി നമ്മുടെ മൊബൈൽ അടിക്കുന്നില്ലല്ലോ, ഒന്നും പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നില്ല. ഒരു മണിക്കൂർ നമ്മളുടെ മൊബൈൽ ഓഫ് ചെയ്ത് വെക്കുക, ഫ്ലൈറ്റ് മോഡിൽ അല്ലെങ്കിൽ സൈലന്റിൽ ഇട്ട് വെക്കുക. നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഗസ്റ്റിന്റെ അടുത്തും ഇത് പറഞ്ഞേക്കുക, അത് മൊബൈലൊന്ന് സൈലന്റ് ആക്കി വെച്ചേക്കിട്ടോ. കാരണം എന്താ വെച്ചാൽ മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ട് വേണ്ട, ഈ പ്രോഗ്രാമിന്റെ രീതി അങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ മൊബൈലും സൈലന്റ് ആണ് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, 25ാമത്തെ പ്രാവശ്യമായിരിക്കും നമ്മൾ ഈ BOP അറ്റൻഡ് ചെയ്യണത്. കേട്ട് മടുത്ത കാര്യമായിരിക്കും. MC-നെ നമുക്ക് പരിചയമുണ്ട്, BOP എടുത്ത ആൾക്ക് അടുത്ത സെന്റൻസ് എന്താന്ന് പോലും നമുക്കറിയാം, അല്ലെ? കാണാപ്പാടമാണ് BOP പലപ്പോഴും. പക്ഷേ വളരെ അറ്റൻറ്റീവ് ആയിട്ടിരിക്കണം. ആദ്യമായിട്ട് BOP കേൾക്കുന്ന രീതിയിൽ തന്നെ നമ്മളും ഇരിക്കണം. നമ്മളുടെ ഒരു ആകാംക്ഷയുണ്ട്, ഓരോ കാര്യത്തിൽ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഒരു ജിജ്ഞാസ ആണ് ഇദ്ദേഹത്തെ പിടിച്ചിരുത്തുക എന്നുള്ളത്. നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് അദ്ദേഹം ചെയ്തിരിക്കും എന്നുള്ളതാണ്. ഒരു വീഡിയോ ഒന്ന് സ്റ്റോപ്പ് ചെയ്തോട്ടെ അതിന്റെ ഇടയ്ക്ക്. ഓക്കെ,
അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വളരെ അറ്റൻറ്റീവായിട്ട് വളരെ ഇൻട്രസ്റ്റോട് കൂടി ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. നമ്മൾ എക്സൈറ്റഡ് ആയിരിക്കണം. ഓരോ വരുമാനത്തിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ വളരെ എക്സൈറ്റഡ് ആയിരിക്കുന്നുള്ളതാണ്. നമ്മളുടെ ആവശ്യം ഇയാളെ ഈ ബിസിനസ് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഒരു അച്ചീവ്മെന്റ്സിന്റെ കാര്യം പറഞ്ഞു, ഒരു ഇത്ര രൂപ വരുമാനം മേടിച്ച കാര്യം പറഞ്ഞു. കൈയടിക്കേണ്ട സമയത്ത് നമ്മൾ കൈയടിക്കില്ല പലപ്പോഴും. നമ്മൾ ലീഡറായി പോയല്ലോ, കൈയടിക്കാൻ ബുദ്ധിമുട്ടാണല്ലോ. ആവേശത്തിൽ കൈയടിക്കണം, സൂപ്പർ ആവേശത്തിൽ. കാരണം നമ്മളൊരു ഒന്ന് കൈയടിച്ചു നോക്കി ഗസ്റ്റ് അറിയാതെ ഓക്കെ, മനസ്സിലായില്ലേ? ഗസ്റ്റും കൂടെ കൂടി അറിയാം. കാരണം ഇത് ഇങ്ങനെ ചെയ്യേണ്ടതാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഗസ്റ്റും കൂടെ കൂടി കൈയടിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞത് വളരെ അറ്റൻറ്റീവ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. മൈ ഡിയർ ഫ്രണ്ട്സ്, BOP സെന്ററിൽ വന്ന് ഇരിക്കേണ്ട രീതി മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഒന്ന് വന്ന് കൃത്യമായിട്ട് പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് അതിന്റെ അകത്ത് കയറുക. ഏത് തുടക്കത്തിൽ ഫ്രണ്ടിൽ ഏതെങ്കിലും റോയിൽ ഒരു നടുക്ക് ഭാഗത്ത് ഗസ്റ്റ് ഇറങ്ങി ഓടാതിരിക്കാനുള്ള ഒരു സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് കൊണ്ടുപോയിരുത്തുക. അദ്ദേഹത്തിന്റെ ഒപ്പം ഫുൾ ടൈം ആയിട്ട് ഇരിക്കുക. നമ്മൾ ആദ്യമായിട്ട് പ്രോഗ്രാം കാണുന്ന അതേ ആവേശത്തിൽ ഇരിക്കുക. കൈയടിക്കേണ്ട സമയത്ത് കൈയടിക്കുക. നമ്മൾ എഴുന്നേറ്റ് നിൽക്കാൻ പറയുന്ന സമയത്ത് ഒരു വരുമാനം മേടിച്ച ആൾക്കാരുടെ ഇത് പറയുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് ധൈര്യമായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. അപ്പൊ വളരെ അറ്റൻറ്റീവ് ആയിട്ട് ഈ പ്രോഗ്രാം മൊത്തമായിട്ട് വീക്ഷിക്കുക എന്നുള്ളതാണ്. പ്രോഗ്രാം കഴിഞ്ഞാൽ 2 മിനിറ്റും കൂടെ കൂടുതൽ എടുക്കുകയാണ്. പ്രോഗ്രാം കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നമ്മളുടെ ടീം എവിടെയെങ്കിലും ഗ്യാദർ ചെയ്ത് റൗണ്ട് ചെയ്യാനൊക്കെ ഉണ്ടാവുമല്ലോ, ഒന്ന് റൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പോവുക. പലപ്പോഴും എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഗസ്റ്റുമായിട്ട് വേഗം ഓടുക. ഗസ്റ്റിനേക്കാളും ധൃതി നമുക്കാണ് വീട്ടിൽ പോകേണ്ടത്. മനസ്സിലായില്ലേ? നാളെ നമുക്ക് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വലിച്ചുകൊണ്ട് പോവുക. ഇതല്ല വേണ്ടേ. നമ്മളുടെ ടീം ഒന്ന് ഗ്യാദർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ നടുക്ക് കൊണ്ടേയിരുത്തുക, അതിന്റെ ഇടയിൽ പോയിരിക്കുക. ഇങ്ങനെ ഇടയിൽ പോയിരിക്കുമ്പോൾ നമ്മളെ തിരിച്ചറിയുന്ന കുറെ ആൾക്കാർ അവിടെ ഉണ്ടാവും, അല്ലെ? നമ്മളുടെ ലീഡേഴ്സ് ഉണ്ടാവും, നമ്മുടെ അസോസിയേറ്റ്സ് ഉണ്ടാവും. അതെ അകേഷേട്ടാ, എന്തിന്റെ വിശേഷം? ഇതാരാണ് എന്ന് പറഞ്ഞ് നമ്മളൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക നമ്മുടെ ലീഡേഴ്സിനെ. അവിടെ വെച്ച് തന്നെ ചിലപ്പോൾ ഒരു ഡെമോൺസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ നടക്കും, ഒരു ഡെമോ കാര്യങ്ങൾ കൊടുക്കുക. അപ്പോ ടീമുമായിട്ട് ഒരു ഗ്യാതറിംഗ് ഉണ്ട് എങ്കിൽ അതിന്റെ നടുക്കൊണ്ടിരിക്കുക. ഇനി ഗ്യാതറിംഗ് ഇല്ല, നമ്മളുടെ വലിയ ആൾക്കാരൊന്നും ഇല്ല, നമ്മളുടെ ഒരു അപ്ലൈൻ ലീഡർ ഉണ്ടെങ്കിൽ നേരെ അപ്ലൈൻ ലീഡറിന്റെ അടുത്ത് കൊണ്ടുപോയി ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. അപ്പൊ അപ്ലൈൻ ലീഡർ ചോദിച്ചോളും ബാക്കി കാര്യങ്ങൾ. എന്താണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നത്, പ്രോഗ്രാം കേട്ടിട്ട് എങ്ങനെയുണ്ട്, നല്ലതല്ലേ, എന്ത് കാര്യങ്ങളാണ്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ട് ഇപ്പൊ തന്നെ ചോദിച്ചോട്ടെ, എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ട് അത് അപ്ലൈൻ ലീഡർ മനോഹരമായിട്ട് അത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്നതാണ്. അപ്പൊ ഒരിക്കലും ഗസ്റ്റുമായിട്ട് ഇറങ്ങി പുറത്തേക്ക് പോകരുത്. അപ്ലൈൻ ലീഡറിനെ ഒന്ന് കണക്ട് ചെയ്യാനായിട്ട് നോക്കുക എന്നുള്ളതാണ്. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രോഗ്രാം എടുത്ത ആളും പ്രോഗ്രാം കൺക്ലൂഡ് ചെയ്ത ആളും ഉണ്ടാവും. ഇത് ഗസ്റ്റ് വളരെ വാച്ച് ചെയ്തിട്ടുണ്ടാവും. എടുത്ത ആള് നല്ല മനോഹരമായിട്ട് എടുത്തു, പ്രോഗ്രാം കൺക്ലൂഡ് ചെയ്ത ആളുണ്ടാവും. ഇപ്പൊ ഉദാഹരണത്തിന് കൺക്ലൂഡ് ചെയ്ത ആളെ എനിക്ക് പരിചയമില്ലെന്ന് വിചാരിച്ചു. ഞാൻ എന്റെ ഒരു ഗസ്റ്റിനെ കൊണ്ടുവന്ന് വെക്കുവാണ്. ഞാനിവിടെ സജീവൻ ചേട്ടനെ ഞാൻ ഗസ്റ്റ് ആയിട്ട് കൊണ്ടുവന്ന് വെക്കുവാണ്. പ്രോഗ്രാം കൺക്ലൂഡ് ചെയ്യുന്നത് മനോജ് സാറാണ്. എനിക്ക് മനോജ് സാറുമായിട്ട് നേരിട്ട് സംസാരിച്ച് പരിചയമില്ലെന്ന് വിചാരിച്ചു. അദ്ദേഹത്തിന് ഞാൻ ആദ്യമായിട്ട് കാണുവാണ്. ഒരു മടിയും വിചാരിക്കണ്ട, നേരെ മനോജ് സാറിന്റെ അടുത്തിട്ട് സജീവൻ ചേട്ടനെ കൊണ്ടുപോവുക. മനോജ് സാറെ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇത് എന്റെ സുഹൃത്താണ് സജീവ്, ഞങ്ങള് ഒരുമിച്ച് ഈ പ്രോഗ്രാം കേൾക്കാനായിട്ട് വന്നതാണ് എന്ന് പറയാ. മനോജ് സാർ അപ്പൊ ചോദിക്കുവോ അതിന് നീ ഏതാടാ എന്ന് ചോദിക്കുവോ? ഒരിക്കലും ചോദിക്കില്ല. ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി, സജീവല്ലേ, എന്ത് ചെയ്യുന്നു സജീവ? മനസ്സിലായി? നമുക്ക് പലപ്പോഴും പേടിയാണ്, നമ്മൾ ലീഡറിനെ അറിയില്ല, നമ്മൾ ചെന്നിട്ടുണ്ടെങ്കിൽ അയാൾ എന്തെങ്കിലും ചോദിച്ചാലോ? ഒരു പേടിയും വേണ്ട, ഒന്നും ചോദിക്കാൻ പോലുള്ള. ഗസ്റ്റിന്റെ അടുത്ത് നേരിട്ട് നല്ല ബിസിനസ് ആട്ടോ, എനിക്ക് കിട്ടിയ വരുമാനം, ഞാനിത് പറഞ്ഞല്ലോ, ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞതാണ്. പ്രോഗ്രാം എടുത്തപ്പോ പറഞ്ഞതിനേക്കാളും കൂടുതൽ കുറച്ചും കൂടെ ക്ലാരിറ്റി ഇദ്ദേഹത്തിന് കിട്ടും. ഇത് പരിചയപ്പെടുത്തിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? വീട്ടില് തിരിച്ചു പോകും. വീട്ടിൽ തിരിച്ചു പോന്നിട്ട് പലരോടും പറയും, ഏതോ കാശ് കിട്ടി എന്നൊക്കെ പറഞ്ഞ ഒരുത്തിന് അവിടെ കയറി നിന്ന് എന്തൊക്കെയോ അഭ്യാസം കാണിച്ച് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറയണ്ട. ഇന്നലത്തെ വരുമാനം പിന്നെ 50,000 അങ്ങ് കിട്ടിയേക്കുമല്ലേ, അയാൾക്ക് എന്തെങ്കിലും സ്റ്റേജിൽ നിന്ന് പറയാം. പക്ഷെ ഇത് നേരിട്ട് എന്ന് നമ്മളൊന്ന് ബോധ്യപ്പെടുത്തി കൊടുത്താലോ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ശരിയാണോ, അയാൾക്ക് 50,000 കിട്ടി, ഞാൻ കണ്ടതാന്ന്, ഒരു പാവം സാധുവായിട്ടുള്ള മനുഷ്യൻ, മനസ്സിലായില്ലേ എന്ന് പറയും. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരിക്കലും അത് നിങ്ങൾ മുടക്കരുത്. നമ്മുടെ അപ്ലൈൻ ലീഡറിനെ അല്ലെങ്കിൽ പ്രോഗ്രാം കൺക്ലൂഡ് ചെയ്തയാളോ എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത 2-3 പേരെ ഒന്ന് പരിചയപ്പെടുത്തിക്കുക, ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് ഒരു ട്രസ്റ്റ്, ഒരു ബിലീഫ് കൂടുകയുള്ളൂ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് മൈ ഡിയർ ഫ്രണ്ട്സ്. ഇതും കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇതും കഴിഞ്ഞിട്ട് സ്റ്റെപ്പ് ഇറങ്ങൂലോ, അല്ലെങ്കിൽ പ്രോഗ്രാമിൽ നിന്ന് പോകൂലോ, വീട്ടിട്ട് പോകൂലോ. നമ്മളുടെ ആവേശം,
നമ്മൾ ഈ ബിസിനസ് എടാ ഇത് കണ്ടില്ല സജീവ് ചേട്ടാ, എത്ര ആൾക്കാരാ, നമ്മളെക്കാളും ഒരു കഴിവില്ലാത്ത ആൾക്കാരല്ലേ സജീവ് ചേട്ടൻ കയറി. സജീവ് ചേട്ടൻ ഒന്ന് ആലോചിച്ച് നോക്കി, സജീവ് ചേട്ടന്റെ 10-1 കഴിവുള്ളവരാണ് ഇന്ന് പ്രോഗ്രാം എടുത്ത്. അല്ല സജീവ് ചേട്ടാ, സജീവ് ചേട്ടൻ ശരിയാണല്ലോ, മനസ്സിലായില്ലേ? ആ ശരിയാ, സജീവ് ചേട്ടൻ സമയം അതല്ലടാ, അവന് കഴിവുണ്ടെന്ന് സമ്മതിക്കൂ? ഒരിക്കലും ഇല്ല. സജീവ് ചേട്ടൻ പറയും അത് ശരിയാണ് ശരിയാണ്, ഇത് ഞാനും ശ്രദ്ധിച്ചു. ഞാൻ സജീവ് ചേട്ടൻ ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും, ധൈര്യമായിട്ട്. ഞാനിത് ലൈഫായിട്ട് ചെയ്യണം സജീവൻ ചേട്ടൻ. അപ്പൊ ഞാനിത് ലൈഫായിട്ട് ചെയ്യാണ് സജീവൻ ചേട്ടാ. സജീവൻ ചേട്ടൻ കൂടെ നിന്നാൽ നമുക്ക് അടിപൊളിയായിട്ട് കാര്യങ്ങൾ ഉഷാറാക്കാം. ഈ പ്രൊഡക്റ്റ് ഒരു മനുഷ്യന് കൊടുക്കണതിന് എന്താ ബുദ്ധിമുട്ടുള്ള? നമ്മുടെ വീട്ടിൽ ആവശ്യമില്ല ഈ പ്രോഡക്റ്റ്, സജീവൻ ചേട്ടന് ഈ പ്രോഡക്റ്റ് ആവശ്യമില്ല, സജീവൻ ചേട്ടന്റെ ഫാമിലിക്ക് പ്രോഡക്റ്റ് ആവശ്യമില്ല. ധൈര്യമായിട്ട് പറയാം. ആ കോൺഫിഡൻസ് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. കഴിയുമെങ്കിൽ കാശ് അപ്പൊ തന്നെ പ്രോഗ്രാം സെന്ററിൽ നിന്ന് കഴിഞ്ഞ അപ്പൊ തന്നെ കാശ് മേടിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. എന്ത് കാശായിട്ടല്ല വന്നത്, പക്ഷെ ഗൂഗിൾ പേ ഉണ്ടല്ലോ കയ്യില്, ATM കാർഡ് ഉണ്ടാവൂലോ കയ്യില്. നേരെ ഞങ്ങളൊക്കെ നേരത്തെ ചെയ്ത ബിസിനസ്സിൽ വേറെ വർത്താനൊന്നുമില്ല, നേരെ ATM സെന്ററിൽ, അടുത്ത ATM സെന്ററിൽ പോവാലെ എന്ന് പറഞ്ഞിട്ട്, കാരണം പിന്നെ ഫോളോ അപ്പിനൊന്നും സമയമില്ല. അപ്പൊ നോക്കെ തൊട്ടടുത്ത് ATM സെന്റർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചോണ്ട് ATM സെന്റർ, ഗൂഗിൾ പേ ഒന്നും ഇല്ലെന്ന്. അപ്പൊ ATM സെന്റർ ഇട്ട് ഞാൻ പറഞ്ഞു ഇന്നിപ്പോ ഗൂഗിൾ പേ ഒക്കെ ഉണ്ടല്ലോ, നമ്മളിത് കാശ് കൃത്യമായിട്ട് കൈയിട്ട് മേടിക്കാനുള്ളത്. മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ പണിയെല്ലാം നടത്തിയിരിക്കുന്നത് കാശ് മേടിക്കാനും പ്രൊഡക്റ്റ് കൊടുക്കാനും നമുക്കൊരു വരുമാനം ഉണ്ടാക്കാനും അയാൾ ഈ ബിസിനസ്സിൽ സ്റ്റിക്ക് ഓൺ ചെയ്യിപ്പിക്കാനുമാണെന്നുള്ള ഒരു ധാരണ നമുക്ക് വേണം എന്നുള്ളതാണ്. മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. BOP സെന്റർ ഒരിക്കലും നമ്മൾ മുടക്കരുത്. അത് നമ്മളുടെ ഓഫീസാണ്, നമ്മൾ അവിടെ ഗസ്റ്റിനെ കൊണ്ടുവരണം, നമ്മളെല്ലാ BOP സെന്ററും അറ്റൻഡ് ചെയ്യണം. എല്ലാവർക്കും വലിയ വിജയങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും വിജയാശംസ നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ആൾ. എന്നുള്ളൊരു സംഭവം കിടക്കുന്നുണ്ട്. അത് മറ്റൊരു ടോപ്പിക്കായിട്ട്, വിരോധം ഇല്ലെങ്കിൽ സാറ് ഫ്രീ ആണെങ്കിൽ നാളെ കണ്ടിന്യൂ ചെയ്യാം, അതല്ലെങ്കിൽ മറ്റൊരു ദിവസം പറയാം. ഏതായാലും എന്താ പറയാ, വളരെ വളരെ ഹൃദ്യമായും കൃത്യമായിട്ടും BOP സെന്ററിന്റെ പ്രാധാന്യവും അതെങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യണമെന്നുള്ളതും അതുകൊണ്ടുള്ള ഒരു എഫക്റ്റും ഒക്കെ പറഞ്ഞു തന്നതിന് വളരെ സന്തോഷം. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാല്, പേഴ്സണലായിട്ട് പറഞ്ഞാല്, ഞാൻ അങ്ങനെ ഒന്നും ചെയ്തില്ല. നമ്മള് സൂത്രപാഠമൊക്കെ പറയും, അങ്ങനെ ഒരു സംഗതി ഉണ്ട്, അറിയാത്ത മാതിരിയൊക്കെ പറയുന്ന രീതിയുണ്ട്. അത് നമ്മൾ നുണ പറയാതെ എന്നാ സത്യം പറയാതെ, ആ ഒരു പോയിന്റ് വളരെ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നുണയും പറയണ്ട, സത്യവും പറയണ്ട, അവിടേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഇത്. എത്തിക്കഴിഞ്ഞാല് നമ്മൾ അവരെങ്ങനെ നമ്മളത് കൺവേർട്ട് ചെയ്യുക, ഏറ്റവും ഒടുവിൽ നേരെ ATM പോകുന്നതോ അതല്ലെങ്കിൽ ഗൂഗിൾ പേ ചെയ്യിക്കുന്ന ഒരു രീതി. അപ്പൊ അവിടെയാണ് നമ്മളൊരു കോൺഫിഡൻസ് ലെവൽ. ഇതിനകത്ത് ആദ്യ അവസാനം നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാകണം എന്നുള്ളതാണ് അതിന്റെ ഇമ്പോർട്ടന്റ്. എങ്കിലേ സെയിൽ നടക്കുള്ളൂ. ഇയാൾ മേടിക്കോ എന്നുള്ള രീതി നമുക്ക് ആദ്യ അവസാനം ഉണ്ടാവും. ഇയാൾ വന്ന് ഇഷ്ടപ്പെടുവോ എന്ന് തോന്നും. ഇതെല്ലാം കേട്ട് കണ്ടു കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് പരിപാടി എന്ന് ചോദിക്കാൻ പോലും നമുക്ക് ഇതാണ്, അടിപൊളിയല്ലേ എന്ന് ചോദിക്കാനുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാവില്ല. നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും വേണമെന്നേ, അല്ലെങ്കിൽ നമ്മുടെ എല്ലാ ബെഡ്റൂമിലും നമ്മള് മാട്രസില്ലേ, ആ മാട്രസിലൊക്കെ നമുക്ക് മാട്രസ് പാഡ് വേണം എന്ന് പറയാനുള്ള, 4 ബെഡ്റൂം അല്ലേ, വീട്ടിലേക്ക് 4 വേണം എന്ന് പറയാനുള്ള ആർജവം നമുക്ക് ഉണ്ടാകുന്ന രീതിയിൽ കോൺഫിഡൻസ് ഉണ്ടാകുക. അപ്പൊ അതിന്റെ ഈ ഘടകങ്ങൾ, ഹോം മീറ്റിങ്ങും ഇന്നലെയും ഇന്നിപ്പോ BOP ഒക്കെ പറഞ്ഞു തന്ന അഗേഷിന് ബിഗ് സല്യൂട്ട് ആൻഡ് താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും വേണ്ടി ഞാൻ താങ്ക് യു പറയുകയാണ്.